എൻ്റെ 1-2 പടങ്ങൾക്ക് വേണ്ടി ഞാൻ റിസർച്ച് ചെയ്യാൻ കോർട്ടിൽ പോയിട്ട് കോർട്ട് കേസസ് കണ്ടിട്ടുണ്ട്. അതിൽ DNA റിപ്പോർട്ട് എല്ലാം തെറ്റാണ്. ജഡ്ജിനറിയാം ഇറ്റ് ഈസ് മാറ്റി വെച്ചതാണെന്ന് അറിയാം. പക്ഷെ ജഡ്ജിന് പറയാൻ പറ്റില്ലല്ലോ. അവർക്കായ ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനം എടുക്കുന്നത് ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ള ഷോൾഡേഴ്സിലാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരാൾ പരാതി കൊണ്ട് വന്ന് ഒരു FIR എഴുതിപ്പിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഭയങ്കര ധൈര്യം വേണം. അതിൻ്റെ ഒരു മൂർത്തിമത്തായിട്ടുള്ള ഭാവമായിട്ട് ഞാൻ കരുതുന്നത് അത് ശരിക്കും നടന്നില്ലെങ്കിലും അതിൽ കൂടി നമുക്ക് കടന്നു പോകുന്ന അനുഭവം തരുന്നു. പക്ഷെ അത് നടന്നിട്ടില്ല. എഴുത്തും വേണം, അത് ക്യാരക്ടർ ഭംഗിയിൽ ഡയറക്റ്റ് ചെയ്യാൻ വേണം. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് കാണിക്കുന്നു. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കാണുമ്പോൾ ട്രിഗർ ഉണ്ടാവുന്ന ആളുകളുണ്ട്. അപ്പം ഇത് സിനിമയായിട്ട് എടുക്കണോ? ഏതെങ്കിലും കാലഘട്ടത്തിൽ എന്തുകൊണ്ട് എനിക്ക് മലയാളത്തിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയാതെ പോയി, അങ്ങനെ എന്ത് ചിന്തിക്കേണ്ട ഒരു നിലയിലേക്ക് രേവതി മാം മാറുക. ഞങ്ങളൊക്കെ ചിന്തിച്ചു, ഞാൻ ചിന്തിച്ചു. ഞാനൊരു 4-5 സിനിമ കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിസൈഡ് ചെയ്തത്. ഓരോ സിനിമ കഴിഞ്ഞിട്ട് കോളേജ് പോട്ടെ. അമ്മ പറഞ്ഞപ്പോൾ നീ ഒന്നും ചെയ്യേണ്ട, യു ജസ്റ്റ് ഗോ ബാക്ക് ടു കോളേജ്. അമ്മ ലെറ്റ് മീ ട്രൈ വൺ മോർ. എന്ത് ചെയ്തിട്ടാണെന്ന് ചിലപ്പോൾ ഞാൻ വിചാരിക്കും എന്താ ചെയ്തതെന്ന്. പക്ഷെ ഭയങ്കര ബിസി ആയിരുന്നു. അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ഇല്ല, അവർക്ക് അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം നമ്മൾ കൊടുക്കണ്ട. അതൊരു ബ്യൂട്ടിഫുൾ ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പാണ്. ആൻഡ് ഇന്നലെ പോലും ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. ഐ എം സോ ഹാപ്പി. നമ്മുടെ ആ മലയാളത്തിലുള്ള ആ ബ്യൂട്ടിഫുൾ സ്റ്റോറി ടെല്ലിങ്ങും പെർഫോമൻസസും ആ ടെക്നിക്കും എല്ലാം തിരിച്ചു വന്നു. ഞാൻ சொல்லிட்டு மாச்சிடுங்க. I mean that's what hilarious performance. It is not ശരിക്കുള്ള സിറ്റുവേഷൻ അങ്ങനെ പറ്റില്ല. മറികടന്ന് വന്ന് നല്ല പെർഫോമൻസ് ചെയ്ത് നല്ല പടങ്ങൾ ചെയ്യണം. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ. നമസ്കാരം. മലയാളികൾക്കെന്നും ഇഷ്ടപ്പെട്ട 2 പേർ. അത് ഇപ്പോൾ എത്തുന്നൊരു ഹിന്ദി സിനിമയുമായിട്ടാണ്. പക്ഷേ അത് ചർച്ച ചെയ്യപ്പെടുന്ന, കേരളത്തിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റ്. അതിൻ്റെ ട്രെയിലർ കണ്ടു, ഗംഭീരമായിരിക്കുന്നു. പക്ഷേ ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ പല ആളുകളും പല രീതിക്കും വ്യാഖ്യാനിക്കാം. പക്ഷേ ഇതിലൊന്നു മാത്രമേ ഉള്ളൂ: നീതി വേണം, നീതിക്ക് വേണ്ടി പോരാടും. നമസ്കാരം. നമസ്കാരം. 2 പേരും ഒത്തിരി ഇഷ്ടമാണ്. മലയാളികളുടെ മനസ്സിൽ 2 പേരും ആഴത്തിൽ നല്ല കഥാപാത്രങ്ങൾ തന്നെ. പിന്നെ രേവതി മാമിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മൾ 2 ഒരേപോലെ കൈ കൊണ്ട് നീക്കില്ലേ? നമ്മളൊക്കെ കണ്ടു വളർന്നതാണ്. കുറേ നമ്മൾ കണ്ടിട്ട്. വലിയൊരു സബ്ജക്റ്റാണ് അല്ലേ? ഒരു റേപ്പ് ചെയ്ത 80 പേർ. അസി എന്ന് പറയുമ്പോൾ 80 എന്ന് മലയാളത്തിൽ പറയുന്നു, അർത്ഥം വയ്ക്കുന്ന വാക്ക്. അതിൽ നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു ഇര, നീതി നടപ്പാക്കേണ്ട ജഡ്ജ്. ഈ കഥ വന്നപ്പോൾ, ഈ കഥ കേട്ട് കഴിഞ്ഞ് നിങ്ങൾ 2 പേരും ഒരു തീരുമാനം എടുക്കുമ്പോൾ ഈ സിനിമ നമുക്ക് ചെയ്യാം എന്നൊരു തീരുമാനം എടുക്കണം. ആദ്യത്തെ പോസിറ്റീവ് എന്തായിരുന്നു രേവതിമ? അനുഭവ് സിൻഹ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങൾ ആക്ച്വലി പേഴ്സണലി ഒരു മീറ്റിങ്ങിലാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. പറഞ്ഞപ്പോൾ ഈ സെഡ് ഇങ്ങനത്തെ പല കാര്യങ്ങൾ നമ്മൾ ദിവസം പേപ്പറിൽ അറ്റ്ലീസ്റ്റ് ഒരു ന്യൂസ് കാണുന്നുണ്ട്, ഒന്നിൻ്റെ മേലെ ചില ദിവസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരാളുടെ മനസ്സ് എങ്ങനെയാണ് ഇത് ഒരു ആൾക്ക് സാധിക്കുന്നത്? ഇങ്ങനെ ഒരു കൊച്ചിനെയോ പെണ്ണിനെയോ വാട്ട് എവർ പീഡിപ്പിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ കംപ്ലീറ്റ് ഇത് ഞാനിങ്ങനെ ഐ ആം സെർച്ചിങ്, ഐ എം ലുക്കിങ്, ഐ എം ട്രൈങ് ടു പുട്ട് സർട്ടൻ തിങ്സ് ടുഗെദർ. എൻ്റെ അടുത്ത് ഇപ്പോൾ കഥയില്ല, പക്ഷേ ഇതാണ് എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ലെറ്റ് മീ നോ വെൻ ദ സ്ക്രിപ്റ്റ് ഇസ് ഓവർ ആൻഡ് ഐ വിൽ ഡു ഇറ്റ്, ഐ വിൽ ബി പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷേ എനിക്കൊരു നല്ലൊരു വെറുതെ വന്നു പോവാതെ എന്തെങ്കിലും ഈസഡ്. ഓഫ് കോഴ്സ് 4-5 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെയും എന്നെ പുള്ളി വിളിക്കുന്നത്. അദ്ദേഹം വിളിച്ചപ്പോൾ ഹി ടോൾഡ് മീ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്.
ആൻഡ് എനിക്ക് ഈ ജഡ്ജിൻ്റെ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടമായി ബിക്കോസ് അവിടെ ആണല്ലോ പ്രശ്നങ്ങൾ. ബിക്കോസ് ഇവിടെ മനസ്സുകൊണ്ട് നമുക്കൊരു ജഡ്ജ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. എവ്രിതിങ് ഈസ് ബേസ്ഡ് ഓൺ എവിഡൻസ്. സോ ഞാൻ ജഡ്ജിൻ്റെ റോൾ ചെയ്തിട്ടില്ല, പക്ഷേ ഈ പടത്തിൻ്റെ ഭാഗമാവുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ബിക്കോസ് ഇറ്റ്സ് എ വെരി വെൽ റിട്ടൺ സ്ക്രിപ്റ്റ്. പക്ഷേ ഇത് ഇഷ്ടമായത് ഒരു റിസ്ക്കാണ്. ഈ ജഡ്ജ് ഒരു റിസ്ക്കാണ്. കാരണം നമ്മൾ ജഡ്ജിൽ നിന്നും പലതും കേൾക്കുന്നു, പലതും കാണുന്നു, പക്ഷെ എല്ലാം തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ രേവതി മാം എന്ന വ്യക്തിക്ക് ഇതൊരു ചലഞ്ചായിരുന്നു എന്ന് ഞാൻ സ്വയം പറഞ്ഞാൽ അത് തെറ്റുമോ, എനിക്ക് ശരിയാവും? കറക്റ്റാണ്, ഒരു ചാലഞ്ചിങ് ആയിരുന്നു. ബിക്കോസ് ഈ ഒരു കോർട്ട് എന്ന സിനാരിയോ അനുഭവ് സിൻഹ ചെയ്തിട്ടുള്ളത് ഭയങ്കര റിയലിസ്റ്റിക് കോർട്ട് സിനാരിയോ ആണ്. നമ്മൾ എൻ്റെ 1-2 പടങ്ങൾക്ക് വേണ്ടി ഞാൻ റിസർച്ച് ചെയ്യാൻ കോർട്ടിൽ പോയിട്ട് കോർട്ട് കേസസ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. ഒരു സെഷൻസ് കോർട്ടിൽ, ഒരു മജിസ്ട്രേറ്റ് കോർട്ടിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ അവിടെ നിന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്നതും ഡ്രമാറ്റിക്സും ഒന്നുമില്ല. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുള്ളി ഡൺ. സോ എനിക്ക് അതും ചാലഞ്ചിങ് ആയിട്ട് തോന്നി. ബിക്കോസ് ഇതിൽ ജഡ്ജിന് ഒരുപാട് പറയാനുണ്ട്. ബിക്കോസ് റിയാലിറ്റിയിൽ ദ ജഡ്ജ് ഇസ് കോൺസ്റ്റൻ്റ്ലി ടോക്കിംഗ് ടു ദ ലോയേഴ്സ്. അത് പറഞ്ഞു മാറ്റിയേക്ക്, ഇത് ചെയ്യും, ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് നോട്ട് ബൈ ദ വേ വലിയ ലോഡ് അങ്ങനെയൊന്നുമില്ല. സാധാരണ മനുഷ്യന്മാർ, പക്ഷേ അവർക്കായ ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനം എടുക്കുന്നത് ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ള ഷോൾഡേഴ്സിലാണ്. സോ ആൻഡ് ഐ ലവ്ഡ് ദ വേ ഈ സീൻസ് എഴുതിയ ആ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഐ ഫെൽറ്റ് ഹാപ്പി ഡൂയിങ് ഇറ്റ്. തീർച്ചയായിട്ടും ഒരു മലയാളിയായിട്ടും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഡ്രൈവറിൽ മലയാളം സംഭാഷണം നടത്തുന്നത്. ഇവിടുന്ന് ചേക്കേറി മുംബൈയിലേക്ക് പോയതായിരിക്കും ഞാൻ കണക്ക് കൂട്ടുന്നു. അവിടെ വെച്ചാണ് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അനുഭവത്തിൽ നിന്ന് പോരാടുക, അല്ലേ, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. പല കടമ്പകൾ കടന്നിട്ടുണ്ടാകും. ഈ ഒരു വേഷം നമ്മൾ ഇതിലും വലിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, കയ്യടി വാങ്ങിയിട്ടുണ്ട്, ജനപ്രിയം മേടിച്ചിട്ടുണ്ട്, അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്കാണ് ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. ഇതൊരു റിസ്ക് ആയിരുന്നു. ഇത് ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ടോ? പലതും പല റിസ്ക്കാണ്. ഈ സബ്ജക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള റിസ്ക് ഈ കഥാപാത്രം, അതെ, എന്ത് തരം റിസ്ക് ആണ് ഒരു നടി എന്നുള്ള നടി എന്ന നിലയിൽ? ഞാനിപ്പോൾ എന്താ കുട്ടിക്കാലത്ത് നാടകങ്ങൾ കളിക്കുമ്പോഴും നമ്മൾ റേപ്പ് സർവൈവേഴ്സിൻ്റെ ഒക്കെ സബ്ജക്റ്റ് ചെയ്തിട്ടുണ്ട് ചില തെരുവ് നാടകത്തിലൊക്കെ. അപ്പം എപ്പോഴും ചെയ്യുമ്പോൾ ഞാൻ നടി എന്നുള്ള നിലയിൽ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്യുമ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അത് ചെയ്യണോ വേണ്ടേ എന്നും ചിന്തിക്കാറുണ്ട്. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് സംസാരിക്കേണ്ട സബ്ജക്റ്റാണെന്ന് പറയുമ്പോഴും ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കാണുമ്പോൾ ട്രിഗർ ഉണ്ടാവുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് സിനിമയായിട്ട് എടുക്കണോ, അങ്ങനെ ഞാൻ ആലോചിക്കാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ഇത് കേൾക്കണ്ട എന്ന് തോന്നും, പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം അതപ്പം ട്രിഗർ ആവുന്ന ആൾക്കാരുണ്ടോ, ഇങ്ങനെയൊക്കെ ഓരോ ചോദ്യങ്ങൾ ആ രീതിയിലുണ്ട്. അല്ലാതെ എന്താണ് എക്സാക്ട്ലി റിസ്ക് എന്ന് ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ നമ്മളൊരു ഒരു സർവൈവർ അവർ ഇങ്ങനെ ഒരു കേസ് കൊടുക്കാൻ തീരുമാനിച്ച് സ്റ്റാൻഡ് ചെയ്യുമ്പോൾ അവരുടെ ഫാമിലിയും ഒക്കെ ചുറ്റുപാടും പിന്നെ സിസ്റ്റം അവരുടെ ജോലി അതെല്ലാം ചേർന്ന് ചേർന്ന് അവർ എന്തായാലും ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ച് പോകുമ്പോൾ അവരൊരു പക്ഷേ കടന്നു പോകുന്നത് നമ്മൾ ദൂരെ നിന്ന് അല്ലെങ്കിൽ ഒരു എന്താ പറയുക പത്രത്തിലൊരു കാര്യം വായിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ എല്ലാ നുവാൻസ് ആലോചിച്ച് പോകണം എന്നില്ല. അപ്പം നടീന്നുള്ള നിലയിൽ അത് അഭിനയിക്കാൻ പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അടുത്തത് അറിയാൻ പറ്റും. അതൊരു റിസ്ക് അങ്ങനെയല്ല. ആ വാക്ക് ഉപയോഗിച്ചാൽ എനിക്കത് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ അങ്ങനെയാണ് അതിനെ ഉദ്ദേശിച്ചത്. നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ടല്ലേ, നമ്മൾ സ്വയം കേസിന് പോവുകയാണ്. നമ്മുടെ ജീവിതാനുഭവം അല്ല സിനിമ. ഇങ്ങനെ ജീവിതത്തിൽ അനുഭവിച്ച ഒത്തിരി ആളുകളുണ്ടാവും, അവരൊറ്റപ്പെട്ടു പോകുന്നു സമൂഹത്തിൽ. അത് തന്നെ അതൊരു റിസ്ക് അല്ലേ? നമ്മളിത് അഭിനയിച്ചുകൊണ്ട് ഇനിയും ആളുകൾക്ക് ഇനി അടുത്തൊരു കേസ് കൊടുക്കാൻ പോകുമ്പോൾ അവർ ചിന്തിക്കില്ലേ ഇത് വേണമോ വേണ്ടോ? അങ്ങനെ ഒരു റിസ്ക് മനസ്സിൽ തോന്നിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതല്ലെങ്കിൽ തന്നെ അത് സിനിമയായിട്ടൊരു ബന്ധമില്ല. നമ്മുടെ റിയാലിറ്റി നമ്മളെ സിനിമ ഒരു മാധ്യമമാണല്ലോ. അതെ, പക്ഷെ സിനിമയെക്കാളും
ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്ന ഒരാൾ ഒരു സിനിമയിൽ എങ്ങനെ ഉണ്ടായി എന്നല്ലല്ലോ അപ്പോൾ എന്തായാലും ആലോചിക്കുക. അവർ നമ്മൾ ഇപ്പം മാം പറഞ്ഞ പോലെ ഒരു ദിവസം പത്രത്തിൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കേസുകൾ വായിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അറിയുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ട്രയലിനെ പറ്റി അറിയുകയാണ്, നമ്മൾ അതിൻ്റെ ചിലപ്പോൾ വിശദാംശങ്ങൾ അറിയും, ചിലപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഏകദേശ ധാരണ കിട്ടും. അത് കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഈ കേസ് ഇത്രയും വർഷം എടുത്തിട്ടാണോ, ഈ 8 വർഷം മുമ്പ് നടന്ന കാര്യം ഇപ്പോഴാണോ അതിൻ്റെ ഇത് ട്രയൽ നടക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഓരോന്നും നമ്മളെല്ലാം കുട്ടിക്കാലം മുതൽ ഇപ്പം ഈ പ്രായമാവുന്ന വരെ ഞാനും ചുറ്റുപാട് കണ്ടിട്ടും വായിച്ചറിഞ്ഞിട്ടും ഒക്കെ അറിയുന്നതാണ്. നമ്മളൊരിക്കലും ആ സമയത്ത് ഈ സിനിമയിൽ അങ്ങനെയാണല്ലോ അല്ലല്ലോ, നമുക്ക് റിയൽ ആയിട്ട് തന്നെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സംശയിക്കുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്താണ്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് സൂര്യനെല്ലി കേസും പല ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരുപാട് കേസുകൾ വന്നിട്ടുള്ളത്. അന്നൊക്കെ അപ്പം അന്ന് എന്നെക്കാളും ചിലപ്പോൾ ഇത്തിരി പ്രായം കൂടിയ ഒരു ചേച്ചിയായിരിക്കും അത്. പക്ഷേ ഞാൻ സ്കൂളിലാണ്, ആ ചേച്ചി സ്കൂളിലായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു അന്നും അവർ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഒരു ചിത്രമുണ്ടായ അങ്ങനെ ഒന്നും അറിയില്ല. അവർക്ക് പിന്നെ ജോലി കിട്ടി, അവർ ജീവിച്ചവർക്ക് കുട്ടികളുണ്ടോ എന്താണ് അങ്ങനെ. ഇപ്പം വീണ്ടും അതിനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു അടുത്ത്. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് അങ്ങനെ അതൊക്കെ ഞാനൊരിക്കലും സിനിമയിലുള്ളതിനേക്കാളും ഇപ്പം ഞാനിങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ, ഇത് ഇത്രയും വർഷം എടുത്ത് അതിന് അതിൻ്റെ ജസ്റ്റിസ് കിട്ടുമോ, അതിൻ്റെ ആളുകളെ പിടിക്കുമോ, അതോ ഇനി വേറൊരാൾക്ക് വരാതിരിക്കാൻ ഞാൻ ഈ നിൽക്കുന്നതുകൊണ്ട് ഉണ്ടാകാൻ പറ്റുമോ, ഇതൊക്കെ നമ്മൾ അല്ലെങ്കിലും ആലോചിക്കുന്നതാണ്. അഭിനയിക്കാൻ പോകുന്നതായിരിക്കും ഒരു പക്ഷേ അതിലേറ്റവും ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നമ്മളതിൻ്റെ ഒരു ഇത് അനുഭവിച്ചാലും അതേസമയം അതിൽ നിന്ന് വിട്ടിരിക്കാനും പറ്റുമല്ലോ. അതുകൊണ്ടാണ് അഭിനയം അല്ലെങ്കിൽ ഒരു കല അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ നോടുള്ള ഒരു അതിൻ്റെ പ്രോയും അതിൻ്റെ ഗുണവും അതിൻ്റെ ദോഷം രണ്ട് വാക്കല്ല ശരിക്കും. നമുക്കത് അറിയാനും പറ്റുമെന്ന് അത് ശരിക്കില്ല. അതാണ് അഭിനയം എന്ന് പറയുന്ന കലയെ ഞാൻ ഭയങ്കര ഒരു രസകരമായ കാര്യമായിട്ടായിരിക്കും. നമ്മളൊരു കാര്യത്തിനെ ഇമാജിൻ ചെയ്ത് ഇങ്ങനെ ഉണ്ടായാൽ എന്നാൽ അതിനോട് ഏറ്റവും ചേർന്ന് പോകുന്നു, എന്നാൽ അത് ശരിക്കും സംഭവിച്ചിട്ടില്ല. നമുക്കൊരു സിനിമയിൽ കാണുമ്പോൾ അത് ശരിക്കും കുട്ടികൾ കാണുമ്പോൾ ഒരു സാധനം കാണുമ്പോൾ പേടിക്കണു, പറയും അയ്യോ അത് ശരിക്കും ഇല്ല മോനെ, ആളാളെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ പറയുമല്ലോ. അത് സിനിമയാണ്, അത് കഥയാണ്, അത് അഭിനയിച്ച് കാണിക്കുകയാണ് എന്നാണല്ലോ പറയണത്. അപ്പം അതിൻ്റെ ഗുണമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമുക്കതിൻ്റെ ഓൾമോസ്റ്റ് എന്താണ് അനുഭവം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. പക്ഷെ അത് ശരിക്കും നടന്നിട്ടില്ല. ഈ പർട്ടിക്കുലർ കാര്യം ഫിക്ഷനാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചുറ്റും ശരിക്കും നടക്കുന്നുണ്ട്. അതിനെയാണ് സഹായിക്കുക എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം ഞാനൊന്ന് നടി എന്നുള്ള നിലയിൽ ഞാൻ അങ്ങനെയാണ് എന്നെ കാണുന്നത്. അതൊരു റിസ്ക് എന്നുള്ള രീതിയിലല്ല. അത് എനിക്കൊരു അവസരം അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള നമുക്കെല്ലാവർക്കും ഒരു അവസരം കിട്ടുകയാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പലതും പഠിക്കും. ഓക്കെ ഇങ്ങനെ മാത്രമല്ല, ചിലപ്പോൾ ഇങ്ങനെയാണ്, ചിലപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ സിനിമ ചിലപ്പോൾ കാണുമ്പോൾ ഞാനിരിക്കും ഓക്കെ ഇങ്ങനെ കാര്യങ്ങൾ ചിലപ്പോൾ അത് ഇപ്പം മാം സംസാരിച്ചത് പെട്ടെന്ന് ഞാനിങ്ങനെ ഓർത്തു. എൻ്റെ ക്യാരക്ടർ അങ്ങോട്ട് ഞാൻ ചിന്ത മാറിപ്പോണ ആളാണ്. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഇവർ ട്രയലിന് വിളിച്ച ദിവസം രാവിലെ ഇവർ ശരിക്കും റെഡി ആയിട്ടാണോ പോയത്, ഇവർ എന്തായിരിക്കും അന്നത്തെ ദിവസമാണോ മനസ്സിലായത്. പെട്ടെന്ന് എന്തോ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ ചിലപ്പോൾ ആ ദിവസം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനത് ആലോചിച്ചോ എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അങ്ങനെ ചിലതൊക്കെ ചിലപ്പം 2 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അങ്ങനെയാണ് ഒരു കാര്യം റിവീൽ ആവണേ. ഞാൻ വേറൊരു സിനിമ കാണുമ്പോഴാണെങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ 2 സീനിൻ്റെ ഇടയ്ക്കുള്ളൊരു ദിവസം ആ കഥാപാത്രത്തിൻ്റെ കാര്യമൊക്കെ ചിലപ്പോൾ ആലോചിച്ച് പോകാം. അതാണ് ഫിക്ഷൻ തരുന്ന ഒരു പോസിബിലിറ്റി. നമുക്കിങ്ങനെ കണ്ടിന്യൂ. പക്ഷേ ഇത് ശരിക്കും സംഭവിച്ചിട്ടുള്ളത് ഓക്കെ ഇവർക്കത് നടന്നില്ല, ദിസ് ഈസ് ആൻ ഇവൻച്വാലിറ്റി, ഹൗ ടു നമ്മളത് എങ്ങനെ ചെയ്യാം, നമുക്ക് എങ്ങനെ കേസ് കൊടുക്കാം, അങ്ങനെയാണ് ഞാൻ അതിനെ വിചാരിക്കണേ. എനിക്ക് ഈ പറഞ്ഞ പോലെ റിസ്ക് എന്നുള്ള പോലെ ഞാനൊരു സംസാരിക്കേണ്ട കാര്യമായിട്ടും ഇപ്പം ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോഴൊക്കെ ചിലപ്പം ഇത് രേവതി മാം ഒരു ക്രിയേറ്ററാണ്. അപ്പം എനിക്ക് ഉറപ്പാണ് രേവതി മാമിന് ചിലപ്പം ഇതിനകത്ത് ചില സീനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു നുവാൻസ് വേറെ രീതിയിൽ എടുക്കാൻ കൺസീവ് ചെയ്യുന്ന വേറെ ആയിരിക്കും. ഞാൻ നടിയാണെങ്കിലും നമ്മൾ നടിമാരായിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പം ഇല്ല ഇങ്ങനെ ആയിരിക്കില്ല ഇപ്പോൾ ഇവരിത് പറയണേ, ഇവരിങ്ങനെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് അനുഭവ് സിംഗയും പിന്നെ എഴുതിയിരിക്കുന്നത് സാറും ഗൗരവ് സലാങ്കി, ഇവർ രണ്ടുപേരും കൂടിയാണ്. അപ്പോൾ അവർ എന്നോട് സംസാരിച്ചിരുന്നു കുറേ കാര്യങ്ങൾ, മാമിനോടും സംസാരിച്ചിട്ടുണ്ടാവും, ഓരോരുത്തരോടും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എൻ്റെ പേഴ്സണലി ഉള്ള പലതരത്തിലുള്ള അനുഭവങ്ങളെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സംസാരിച്ച് ഒരു പെർസ്പെക്റ്റീവാണ് ഈ പറയുന്നത്. ഇതുപോലെ ഇഷ്ടംപോലെ പെർസ്പെക്റ്റീവ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് തന്നെ ഉണ്ടാവും. ചില ആക്ടേഴ്സ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് എടുക്കില്ല കനി. ഓക്കെ, പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മളെ ചാലഞ്ച് ചെയ്യുന്ന ക്യാരക്ടേഴ്സും കുറേയും കൂടി റിയലിസ്റ്റിക് ആയിട്ട്, ആക്ച്വലി നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്നതാണ് കുറേയും കൂടി ഡിഫിക്കൾട്ട്. ഡ്രമാറ്റിക് ആയിട്ട് ചെയ്യുന്നത്
പല പേർക്കും പല രീതിയിലും ചെയ്യാൻ പറ്റും, യുനോ. സോ അവിടെയാണ് ആസ് എൻ ആക്ടർ ഡിഡ് യു ഫീൽ, യുനോ. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. കനി ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. കനി ലൈക്സ് ടു ഡു ഡിഫറെൻറ്റ് തിങ്സ്. അതുകൊണ്ട് അല്ല, ഞാൻ ഒരിക്കലും വെച്ചാൽ ഇപ്പം എന്നെ സംബന്ധിച്ചോളം റിയലിസ്റ്റിക്കും സ്റ്റൈലൈസേഷനും ഒക്കെയും ഡിഫിക്കൽട്ടും ആണ്. ചില ആക്ടേഴ്സിന് കൂടുതൽ ഈസി ആവാം, ചിലത് ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ ലൈക്ക് യു സെഡ്, ഇപ്പം ഈ ഒരു ക്യാരക്ടർ അങ്ങനെ അല്ലല്ലോ. ഇപ്പം എനിക്കത് ശരിക്കും സംഭവിച്ചിട്ടില്ലല്ലോ. നമ്മളെ ജീവിതവും അതന്നെ ആ വ്യത്യാസം ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത്. നമുക്ക് അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അഭിനയം എന്ന് പറയുന്ന കല അല്ലെങ്കിൽ എഴുതുന്നത് അതിൻ്റെ ഒരു മൂർത്തിമത്തായിട്ടുള്ള ഭാവമായിട്ട് ഞാൻ കരുതുന്നത്, അത് ശരിക്കും നടന്നില്ലെങ്കിലും അതിൽ കൂടി നമുക്ക് കടന്നു പോകുന്ന അനുഭവം തരുന്നു. പക്ഷെ അത് നടന്നിട്ടില്ല. അതാണ് അതിൻ്റെ അതിന് റിസ്ക് ഇല്ല. അനുഭവം നമുക്കില്ല. ആ അനുഭവം നമ്മൾ സ്ക്രീനിൽ ഫലിപ്പിക്കുമ്പോഴാണ് നമ്മളൊരു നടനാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രഷർ ഏറ്റെടുക്കുന്നതും നമ്മളിലൂടെ പറയുന്നു. അതാണ് സിനിമ ഒരു മാധ്യമമായിട്ട് തന്നെ ഞാൻ കാണുന്നത്. നമ്മൾ പറയുകയാണ്, പച്ചയ്ക്ക് വിളിച്ച് പറയണം, ഇതാണ് ഉണ്ടായിരിക്കുന്നത്, ഇതാണ് നടക്കുന്നതെന്ന് നമ്മൾ വിളിച്ച് പറയണം. ആ വിളിച്ച് പറയാൻ തൻ്റെ അടുത്തുകൂടി പറഞ്ഞ, ഇപ്പം മാം പറഞ്ഞ പോലെ ചില ആളുകൾ വരില്ല അത്തരം സീനുകൾ ചെയ്യാൻ. അവിടെയാണ് ബിഗ് സല്യൂട്ട് തരുന്നത്. കനിയുടെ ഒരു പ്രശ്നം അവിടെ ഹിന്ദി അറിയില്ലാത്തൊരു പ്രശ്നം മാത്രം ഉണ്ടായിരുന്നു. പക്ഷെ അത് മലയാളി ഹിന്ദി ആയിരുന്നു. അതെന്റെ ഭാഗ്യം. അത് രക്ഷപ്പെട്ടു. അതാണ് ഞാൻ പറയാലോ, നമുക്ക് മലയാളി ഹിന്ദിയിൽ ഹിന്ദി അറിയണമല്ലോ. അല്ല, ഷി വാസ് വെരി ഗുഡ്. ഞാൻ ഉണ്ടായിരുന്നു ഒരു മേജർ സീനില്. പക്ഷെ ഇപ്പൊ കേരളത്തിൽ ജീവിതം ഹിന്ദി അറിഞ്ഞേ പറ്റുള്ളൂ. ആ റൂട്ടാണ് ഇപ്പൊ നമ്മുടെ ജീവിതമല്ല. നമുക്ക് ഒരു കടയിൽ പോകണമെങ്കിൽ ഹിന്ദിക്കാരനേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹിന്ദി ഏറെക്കുറെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം. അത് തന്നെയാണ്. ഇപ്പൊ നമ്മളൊക്കെ എത്രയോ സിനിമകൾ കണ്ടിരിക്കുന്നല്ലേ. നമ്മള് സിനിമ, എന്റെയൊക്കെ ജീവിതത്തിൽ കണ്ട ഏറ്റവും കൂടുതൽ സിനിമകൾ രേവതി മാമിന്റെ ആയിരിക്കും. അന്നും ഇന്നും ഇപ്പോഴും രാത്രി പോയിരുന്നാൽ ഓരോ സ്ക്രീൻ എടുത്ത് വയ്ക്കുന്ന ഒരേ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ആ ട്രോളുകളിലേക്ക് വരും. ലോട്ടറി അടിക്കാൻ തുടങ്ങിയാൽ ലോട്ടറിയുടെ സാധനങ്ങൾ, എന്തിനും ഓരോ സാധനങ്ങൾ. ഇപ്പം ഭരതത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്ന് വന്നത്. ഒത്തിരി സിനിമകൾ ചെയ്തു, ഒത്തിരി മലയാളികളെ ചിരിപ്പിച്ചു, കരയിപ്പിച്ചു, ചിന്തിപ്പിച്ചു. ലാസ്റ്റ് മലയാള സിനിമയിൽ നിന്ന് മാറി നിന്നു, വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നു. ഏതെങ്കിലും കാലഘട്ടത്തിൽ എന്തുകൊണ്ട് എനിക്ക് മലയാളത്തിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയാതെ പോയി, അങ്ങനെ എന്ത് ചിന്തിക്കേണ്ട ഒരു നിലയിലേക്ക് രേവതി മാം മാറി. ഞങ്ങളൊക്കെ ചിന്തിച്ചു, ഞാൻ ചിന്തിച്ചു, എവിടെ നമ്മുടെ രേവതി മാം എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ബിക്കോസ് ലാസ്റ്റ് 10-15 ഇയേഴ്സ് എനിക്ക് മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി ഈ ലാംഗ്വേജസ് എനിക്കറിയാം. എനിക്ക് നല്ല ക്യാരക്ടേഴ്സ്, നല്ല പടങ്ങൾ വരുന്ന ലാംഗ്വേജിൽ ഞാൻ ചെയ്യും. ഫോർ മീ ലാംഗ്വേജ് ഇസ് നോട്ട് എ മാറ്റർ. ആ ഒരു ക്യാരക്ടർ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് ചെയ്തത്. ഞാൻ പിന്നെ കാണുന്ന എല്ലാ വർഷവും 80കളിൽ നിങ്ങളൊരു കൂട്ടായ്മയുടെ ഫോട്ടോ വരുമ്പോൾ അതെനിക്ക് റഹ്മാനൊക്കെ അയച്ചു തരും. റഹ്മാനൊക്കെയായിട്ട് ഞാൻ ഭയങ്കര സീറ്റിംഗാണ്. ഈ കഴിഞ്ഞ ഓർത്തൊക്കെ എൻ്റെ വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട്. ആ കൂട്ടായ്മയിൽ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ ഉള്ള എല്ലാ വർഷവും ഞാൻ കാണാറുണ്ട്. റഹ്മാനൊക്കെയാണ് എനിക്ക് അയച്ചു തരുന്നത് ആ കൂട്ടായ്മ ഇന്ന് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്രയോ ഭാഗ്യവതിമാരാണ് നിങ്ങളെല്ലാം. ഡെഫിനറ്റ്ലി അതൊരു ബ്യൂട്ടിഫുൾ ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പാണ്. ആൻഡ് ഇന്നലെ പോലും ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, ഐ എം സോ ഹാപ്പി നമുക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ്. ബിക്കോസ് ഞങ്ങളൊന്നും കോളേജിൽ പോയിട്ടില്ല, ഞങ്ങളുടെ കോളേജ് സിനിമയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് റീയൂണിയൻ എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. അത് എപ്പോഴും എൻജോയ് ചെയ്യുന്നവരാണ് നിങ്ങളെല്ലാവരും. ഈ നിങ്ങൾ രണ്ടുപേരും മലയാളത്തിൽ തന്നെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്. മാഡം ഇന്ത്യയിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. രണ്ടുപേരും നിങ്ങളെ തന്നെ വേണമെന്ന് ഇവർ തീരുമാനിക്കാനുള്ള കാരണം എപ്പോഴെങ്കിലും ഈ ഡയറക്ടറുടെ അടുത്ത് ചോദിച്ചിരുന്നു? അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ഇല്ല, അവർക്ക് അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം നമ്മൾ കൊടുക്കണ്ട. ഇനി കൊടുക്കണ്ട. നമ്മൾ ചെയ്താലേ അത് ശരിയാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അത് തന്നെയാണ് ശരി. പിന്നല്ലാതെ ഈ ഒരു ജഡ്ജ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റയ്ക്കുള്ള പോരാട്ടം അല്ലേ, ഒന്ന് പോരാടുന്നു, ജഡ്ജിൽ നീതി ലഭിക്കാൻ വേണ്ടിയാണ് ഇര വന്ന് പറയുന്നത്. പക്ഷെ നീതികൾ നടപ്പാകാത്ത നീതികൾ. പക്ഷെ എവിടെയും സത്യങ്ങൾ തെളിയണമെന്നും ആഗ്രഹിക്കും. നമ്മൾ ഇന്നുറങ്ങുമ്പോൾ നാളെ ആ നീതി ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. അത് എത്രമാത്രം ഒരു ജഡ്ജ് എന്ന നിലയിൽ ആ ചെയറിൽ സിനിമയിലിരിക്കുമ്പോൾ മനസ്സിൽ ഫീൽ ചെയ്തിട്ടുണ്ടാവും?
അത് ഒരു 4 ദിവസം ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്തു. കണ്ടിന്യൂസ് കോർട്ട് കേസസ് ആണ് ആ 4 ദിവസം എടുത്തത്. അത് ഈ ഒരു ജഡ്ജിൻ്റെ കോർട്ടിലാണല്ലോ ഈ കേസ് നടക്കുന്നത്. സോ ഞാൻ രാവിലെ ആ ചെയറിൽ പോയി ഇരുന്ന വൈകുന്നേരം ഷൂട്ട് തീരുമ്പോഴാണ് അവിടെ നിന്ന് എണീറ്റ് പോകുന്നത്. ഞാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കും. ആൻഡ് ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ദാറ്റ് നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരാൾ പരാതി കൊണ്ട് വന്ന് ഒരു FIR എഴുതിപ്പിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഭയങ്കര ധൈര്യം വേണം. ബിക്കോസ് ഇങ്ങനത്തെ ഒരു സെക്ഷൽ അസോൾട്ട് പുറത്ത് പറയാൻ തന്നെ അതെന്തിനാണെന്ന് എനിക്കറിയില്ല. നാണമെന്ന് പറയുന്നത് ഒരു വിക്ടിമിനോ സർവൈവറിനോ ആവേണ്ടതല്ല, ചെയ്ത ആൾക്കാണ് ആവേണ്ടത് നാണമെന്ന് പറയുന്ന കാര്യം. ഇവളല്ല മുഖം മൂടി ഇടേണ്ടത്, മറ്റവനാണ് മുഖം മൂടി ഇടേണ്ടത് റിയാലിറ്റിയിൽ. പക്ഷെ അവിടെ ഇരിക്കുമ്പോൾ ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, ഒരു ജഡ്ജിൻ്റെ ആ ഒരു പദവിയും ആ ഒരു കസേരയും എന്തൊരു റെസ്പോൺസിബിളായിട്ടുള്ളൊരു ജോബാണ്. അതിൽ നമ്മൾ ഒരാളിൻ്റെ ജീവിതം മാത്രമല്ല, ആ സ്ത്രീയുടെ ചുറ്റുമുള്ള എല്ലാവരും ഒരു ജനറേഷൻ, ആ സമൂഹത്തിൽ നടക്കുന്ന ഒരു വിഷയത്തിന് നമ്മളൊരു ജഡ്ജ്മെൻറ്റ് കൊടുക്കുകയാണ്. It affects the society, it affects the generation, it affects so much. How can a judge sit on a chair and take that light? അത് പാടില്ലല്ലോ അല്ലേ? I was just thinking, oh my God, you are actually making a decision for not just one person's life, but so much. I was just thinking, wow. ജഡ്ജ് എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അപ്പോൾ ആ ഒരു ജോലിയിൽ, ആ ഒരു പദവിയിലിരിക്കുമ്പോൾ യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അല്ല, ഈ പറഞ്ഞ പോലെ 4 ദിവസം അഭിനയിക്കുമ്പോഴും വെള്ളം കുടിച്ചു അതൊക്കെ ഇതിൻ്റെ 4 ദിവസം അഭിനയിക്കുമ്പോഴും മനസ്സിലുണ്ടാവുന്ന നമ്മൾ ആ സമയങ്ങളിൽ നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് പോയി ഉറങ്ങാൻ നേരത്തും നമ്മൾ പല വാർത്തകൾ കാണുന്നുണ്ടാവും, പല വിധികൾ നമ്മൾ കേൾക്കുന്നുണ്ടാവും അല്ലേ, പല വിധികൾ നമ്മൾ കാണുന്നുണ്ടാവും. നമ്മൾ അത് ചിന്തിക്കും, നാളെ ഇതേ നമ്മൾ അഭിനയിക്കാൻ വേണ്ടി പോവാണ്, ആ ജഡ്ജിൻ്റെ സീറ്റിലേക്കാണ് പോകുന്നത്. അവിടെ ഉണ്ടാകുന്ന ഒരു വേദനയും ഭയങ്കര പെയിനായിരിക്കും, ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. ആൻഡ് ഒരു സീനിൽ അവർ പറയും, ആൻഡ് ആ റിപ്പോർട്ട് വന്നിട്ട് അതിൽ DNA റിപ്പോർട്ട് എല്ലാം തെറ്റാണ്. ജഡ്ജിനറിയാം ഇറ്റ് ഈസ് മാറ്റി വെച്ചതാണെന്ന് അറിയാം, പക്ഷെ ജഡ്ജിന് പറയാൻ പറ്റില്ലല്ലോ. യു ഹാവ് ടു ഹാവ് പ്രൂഫ്, എവിഡൻസ് വേണം. എവിഡൻസ് ഇസ് ദി ഓൺലി തിങ് ദാറ്റ് യു ക്യാൻ പാസ് എനി കൈൻഡ് ഓഫ് ജഡ്ജ്മെൻറ്റ്. അപ്പോഴാണ് ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഐ ഡോണ്ട് നോ അവർക്ക് ദേ ഡോണ്ട് ഹാവ് എ കോൺഷ്യൻസ്, അവർക്ക് ഹാർട്ടില്ല, കോൺഷ്യൻസ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയാൽ ശരി, ഒരാളെ രക്ഷിക്കാൻ വേണ്ടി അവർ എന്തും ചെയ്യും. മാറ്റപ്പെടേണ്ട കാലം, സത്യം എന്താണ്, ആ സത്യത്തിൻ്റെ കാലം തിരിച്ചു വരണം അല്ലേ? വരണമെന്ന് നമുക്ക് പറയാൻ പറ്റും. വരുമെന്ന് പ്രതീക്ഷ ഒട്ടുമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ വ്യക്തിപരമായിട്ട്. വരണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം പല കാര്യങ്ങളും, പക്ഷെ വരണമെന്ന് എനിക്ക് അടുത്ത ജനറേഷൻ്റെ മേലെ കുറേ ഹോപ്പ്ഫുള്ളാണ് ഞാൻ. അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല ആറ്റിറ്റ്യൂഡ്സൊക്കെ. നമ്മൾ ചോദിക്കുന്ന ഈ ജനറേഷനാണല്ലോ അവരെ വളർത്തി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഐ എം വെരി ഹോപ്പ്ഫുൾ. ഓരോ സിനിമയിൽ നിന്നും അടുത്ത സിനിമയിലേക്കുള്ള യാത്രയിൽ മലയാള സമയത്ത് ഇരിക്കാൻ പോലും സമയം ഉണ്ടാവില്ല അല്ലേ, ഓട്ടമായിരുന്നു അല്ലേ? ആ കാലഘട്ടം ഓർത്തെടുക്കുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടം ഇപ്പോഴത്തെ സിനിമകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, മേഡം കാണുന്നുണ്ട്. ഈ കാലഘട്ടം ഓർക്കുമ്പോൾ ഒരു വ്യത്യാസം ഫീൽ ചെയ്തത് എന്തായിരിക്കും? ദാറ്റ്സ് എ വെരി ലാർജ് ക്വസ്റ്റ്യൻ. അല്ല, പക്ഷേ ദ തിങ് ഈസ്, അന്നത്തെ സമയത്ത് ഈ ജോലി മാത്രമായിരുന്നു. പക്ഷേ ഇന്നത്തെ സമയത്ത് എനിക്ക് പല വേറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്.
അപ്പൊ ഞാൻ ഇപ്പോഴും ഓടി നടക്കാണ്. സിനിമയിലൂടെ മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ ഇപ്പോഴും ഓടി നടന്നോണ്ടിരിക്കുന്നു. ശരിയാണ്, യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നല്ലെങ്കിൽ ഒന്നിലേക്ക് പോകുന്നുണ്ട്, എപ്പോഴും ബിസിയാണ്. എന്ത് ചെയ്തിട്ടാണെന്ന് ചിലപ്പോ ഞാൻ വിചാരിക്കും, ഞാൻ എന്താ ചെയ്തതെന്ന്. പക്ഷെ ഭയങ്കര ബിസി ആയിരുന്നു. ഇപ്പോൾ ചെയ്യുന്ന സിനിമകൾ നന്മയുടെ റൂട്ടിലേക്ക് പോകുന്ന സിനിമകൾ കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മുടെ കാലത്ത് ഞാനും ഇച്ചിരി ഏജാണ്, അതുകൊണ്ട് നമ്മുടെ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇല്ല. അല്ല അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് സോ. അല്ല അന്നത്തെ സിനിമകൾ, നമ്മൾ ചില സിനിമകൾ കാണുമ്പം ഇതാണല്ലോ ഈ കഥ, അങ്ങനെയാണല്ലോ, എനിക്കുള്ളതാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ സംഭവമാണല്ലോ, നമ്മുടെ കണ്ണിൽ നിന്നറിയും അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചിരിക്കും. അത്തരം ഒരു സിനിമകളിലെ ഒരു കുറവ് ഈ കാലഘട്ടത്തിൽ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? മേഡത്തിന് തോന്നിയിട്ടുണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. ഇപ്പോഴും ഞാൻ ചില പടങ്ങളൊക്കെ കാണുമ്പോൾ വാ, നമ്മുടെ ആ മലയാളത്തിലുള്ള ആ ബ്യൂട്ടിഫുൾ സ്റ്റോറി ടെല്ലിങ്ങും പെർഫോമൻസസും ആ ടെക്നീക്കും എല്ലാം തിരിച്ചു വന്നു. എവിടെയോ ഇൻ ബിറ്റ്വീൻ പോയിരുന്നു, എവിടെയോ ഭയങ്കര ആക്ഷൻ തോന്നിട്ടില്ല. കുറെ മുമ്പ് ഒരു പോക്ക് പോയി. അത് ഇപ്പോഴല്ല, എനിക്ക് കൂടുതലും 2000 to 2010 ആ ടൈമിലാണ് പെട്ടെന്ന് ഒരു പോക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം മാത്രമേ ഉള്ളൂ, ഇപ്പൊ തോന്നാറില്ല. ഒത്തിരി വ്യത്യാസം, ഇപ്പൊ നല്ലതാന്ന് തോന്നിയിട്ടുണ്ട്. പുതിയ പുതിയ ആളുകൾ എന്ന് വന്നു. ഇപ്പൊ നേരത്തെ നമ്മൾ ഇനിയുള്ള ജനറേഷനിൽ നമ്മൾ വിശ്വസിക്കുന്നു പറഞ്ഞ പോലെ ഇപ്പോൾ വരുന്നത് അങ്ങനെയാണ്. അബ്സല്യൂട്ട്ലി. നല്ല കഥ പറച്ചിലും ടെക്നീക്കും പെർഫോമൻസസും എല്ലാം നമുക്ക് മലയാള സിനിമയിൽ കാണുന്നുണ്ട്. കനിയെ കുറിച്ചുള്ള ഒരു പോസിറ്റീവ്. എന്റെ അമ്മേ, ഇതിന്റെ ആവശ്യമുണ്ടോ? പരിചയമില്ലല്ലോ. പരിചയമില്ലാത്തോണ്ട് ചോദിച്ചു. ഒരാളെ പറ്റിട്ട് നമ്മൾ പരിചയം ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കില്ല. പരിചയം ഇല്ലാത്തോണ്ട് ചോദിച്ചു. മലയാളികളുടെ സ്വഭാവം കണ്ടുടൻ തന്നെ വിലയിരുത്തുക അങ്ങനെയല്ല. ദ തിങ് ഈസ് ഐ ഹവ് അഡ്മയർഡ് ഹർ പെർഫോമൻസ്. നമ്മൾ ഒരാൾ സ്ക്രീനിൽ വരുമ്പോൾ നമ്മൾ ആക്ടറല്ല, നമ്മൾ ആ ക്യാരക്ടറിനെ മാത്രമല്ലേ ചിന്തിക്കുള്ളൂ. അങ്ങനത്തെ ഒരു ആക്ടറാണ് കനി. ആൻഡ് ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് നൈസ് ടു വാച്ച്. അപ്പോൾ അവൾക്ക് വേണ്ടി ചില കഥകൾ എഴുതി വരണം എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എഴുതേണ്ടതുണ്ട്. ബിക്കോസ് നമുക്ക് ആ പെർഫോമൻസ് വി ഷുഡ് യൂട്ടിലൈസ് ഇറ്റ്. അത്തരം കഥകൾ ചെയ്യാൻ ചങ്കൂറ്റത്തോട് വരുന്ന ഒരു കഥാപാത്രമാണ്, ആക്ടറാണ്. അതെ, എപ്പോഴും മറികടന്നു വരുന്ന ഒരാളുമാണ്. മറികടന്ന് വന്ന് നല്ല നല്ല പെർഫോമൻസ് ചെയ്ത് നല്ല നല്ല പടങ്ങൾ ചെയ്യണം. അതേപോലെ മലയാളികൾക്ക് തന്നിട്ടുണ്ട്, ഡെഫിനറ്റ്ലി മലയാളികൾക്ക് തന്നിട്ടുണ്ട്. മലയാളികൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. എന്ത് വിമർശനം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതാണ് ഒരാൾക്ക് വേണ്ടത്. അത് കേരളത്തിൽ നമുക്ക് ആ ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡം ഐ എം ഹാപ്പി ദാറ്റ് ഇറ്റ് ഹാപ്പൻസ്. അതേപോലെ തന്നെ നമുക്ക് ഇന്നും പല കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചിട്ട് മാറ്റേണ്ടതുണ്ട്. ആൻഡ് ഐ ഫീൽ ദാറ്റ് അസ്സി എന്ന ഈ പടം പല ഡിഫറെൻറ്റ് ലേയേഴ്സിൽ, എസ്പെഷ്യലി ഈ സെക്ഷുവൽ അസോൾട്ട് കുറിച്ച് പല ലേയേഴ്സിൽ ബ്യൂട്ടിഫുള്ളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് അതാണ് ഐ ഫീൽ വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ദിസ് ഫിലിം. പല ലേയേഴ്സ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ആ ഒരു വിക്ടിമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമല്ല. വാദിക്കുന്ന ലോയർ താപ്സി ചെയ്യണ ക്യാരക്ടറാണെങ്കിലും അവരുടെ മാനസികാവസ്ഥ എന്താണ്, പിന്നെ ഈ ക്യാരക്ടറിന്റെ ഹസ്ബൻഡ്, കുഞ്ഞ്, ജഡ്ജ്, ലൈക്ക് അങ്ങനെയാണ്. അല്ലാണ്ട് ഒരു സർവൈവറിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. ആൻഡ് അത് എഴുതാൻ ഡിഫിക്കൽട്ടാണ്. വെരി വലിയ പാട് തന്നെയാണ്. അത് കുറിച്ച് ശരിക്കും സ്റ്റഡി ചെയ്തിട്ടാണ്. ഒരു യാത്ര ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ. മാമിന്റെ സിനിമകൾ കണ്ടു വളർന്ന, മാമിന്റെ സിനിമകൾ എപ്പോഴും ഓർത്തിരിക്കുന്ന ഏതായിരിക്കും? എപ്പോഴും ഓർത്തിരിക്കുന്ന എനിക്ക് 2-3 സിനിമ എന്നോട് ചോദിച്ചാൽ പെട്ടെന്ന് വിടുന്ന പറയാം. എനിക്ക് അങ്ങനെ 2-3 ഒരെണ്ണല്ല. ഉറപ്പായിട്ടും കിലുക്കമായതുകൊണ്ട് പറയാം. മലയാളികൾക്ക് കിലുക്കം ഇല്ലാണ്ട് വരും. പക്ഷെ എനിക്ക് കാർത്തിക് കൂട്, അതല്ല സിനിമയുടെ പേര്, എനിക്ക് എപ്പോഴും കൂട് ആദ്യത്തെ പടം, അതെനിക്ക് ഏറ്റവും വളരെ വളരെ ഇഷ്ടമുള്ള പെർഫോമൻസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്ന ആ ക്യാരക്ടർ വളരെ മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ നായികമാരെന്നോ പലതരത്തിലുള്ള നായിക കഥാപാത്രങ്ങൾ അന്ന് കഥകളിലുണ്ട്. അതിൽ
ഒരു ടീനേജർ ഇൻ ലവ് വിത്ത് 40 പ്രിറ്റൻഡിങ് ടു ബി ഇൻ ലവ് വിത്ത് എ 40-year-old അതെ only to create a jealousy in her boyfriend. അതെ പക്ഷെ അത് എനിക്ക് എപ്പോഴും റൈറ്റിംഗ് ആണത്. പക്ഷെ യു ഹാവ് ഭയങ്കര നല്ല പെർഫോമൻസ് ആണ്. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അടുത്ത് മൊത്തം ദേഷ്യം അല്ല വരിക, ഇതൊന്ന് മനസ്സിലാക്കുക. എനിക്ക് അങ്ങനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പെർഫോമൻസ്. അതും ഉറപ്പായിട്ട് കിലുക്കം. എനിക്ക് മായാമയൂർ എനിക്ക് ഇഷ്ടമുള്ള ഒരുപാടുണ്ട്. ഒത്തിരി എത്രയോ സിനിമകൾ എല്ലാം വേറെ സിനിമകളായിട്ട് തന്നിട്ടുണ്ടാ. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ചിരിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ തിയേറ്ററിൽ നിന്ന് നമ്മൾ കണ്ണ് നനയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയോ വേഷങ്ങൾ തന്നാണ്. ഏറ്റവും കൂടുതൽ പേരായിട്ട് അഭിനയിച്ച ആരായിരുന്നു? എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചാൽ മോഹൻ ആൻഡ് സുരേഷ്, ഈ 2 ആക്ടേഴ്സിൻ്റെ കൂടെയാണ് ഞാൻ ജാസ്തി അഭിനയിച്ചിട്ടുള്ളത്. ബിക്കോസ് തമിഴിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. സോ ഐ ഹവ് ഡൺ ഓൾമോസ്റ്റ് 9 ഫിലിംസ്. എനിക്ക് മണിരത്നം സാറിൻ്റെ ആ തമിഴ് സിനിമ അതും ഭയങ്കര മൗനരാഗം, മറ്റേ ടാങ്കിന്ന് വെള്ളം, അത് തന്നെ എനിക്ക് ആ സീനൊന്നും മറക്കും. അത് പറയുമ്പോൾ നമ്മള് തമിഴ് അവരൊക്കെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറൊരു സിനിമ ഞാൻ ഇന്നലെ പറയാം, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉർവശി മാമും രോഹിണി മാമും രേവതി മാമും കൂടെ നാസർ സാറിനെ അടിച്ച് മാറ്റുന്ന ഒരു സിനിമയുണ്ട്. വർക്ക് സ്പേസിൽ നമ്മള് പെണ്ണുങ്ങളെ വെറുതെ ഇങ്ങനെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നാസർ ചെയ്തിട്ടിരിക്കുന്നത്. ഈ 3 പെണ്ണുങ്ങളും അവനെ പിടിച്ച് കിഡ്നാപ്പ് ചെയ്ത് അവനൊരു വഴിയാക്കി. അല്ല, അത് കഴിഞ്ഞിട്ട് അത്തരം സിനിമ ഇത് 30 years ബാക്ക് അത്തരം സിനിമകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ പരാജയം ഉണ്ടായിട്ടുണ്ട്. ഈ ഇത് സംഗീതം ശ്രീനിവാസ റാവ്, ക്രേസി മോഹൻ അവരുടെ സ്ക്രിപ്റ്റാണ് വിത്ത് കമൽ പ്രൊഡക്ഷൻ. എനിക്കാണെങ്കിൽ പെർഫോമേറ്റീവായിട്ട് കാണാൻ എനിക്ക് ആസ് എൻ ആക്ടർ ചെയ്യാനും ഇഷ്ടം, കാണാനും ഇഷ്ടം. എനിക്ക് റിയലിസം എന്നുള്ളതല്ല, എനിക്ക് ഇപ്പൊ കിലുക്കം പെർഫോമൻസ്, ഈവൻ കാര്യത്തിൽ കളിക്കൂടും പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭയങ്കര സെർട്ടലിറ്റിയുടെ അല്ല, ചിലപ്പോൾ അത് കാണിക്കും. അങ്ങനെ എനിക്ക് ആ ഒരു പെർഫോമൻസിന്റെ മീറ്റർ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ തമിഴ് സിനിമയും വളരെ ഒരു ഇത്തിരി സ്റ്റൈലൈസേഷൻ ഉണ്ട് അതിൽ. ഭയങ്കര റിയൽ ആണെന്ന് വെച്ചാൽ അല്ല, പക്ഷെ ഇത് ശരിക്കും റിയൽ ഇങ്ങനെ നടക്കും. പക്ഷെ ആ ഒരു ചെറിയൊരു മേളിൽ നിന്ന് ചെയ്യുന്നത് എനിക്ക് കാണാൻ ഏറ്റവും ഇഷ്ടം അതാണ്. നമുക്ക് ഒരുപാട് ആക്ടേഴ്സ് അത് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അന്ന് കുറേ ഇപ്പം പണ്ടുള്ള ആക്ടേഴ്സ് എടുക്കുമ്പോൾ എനിക്കിപ്പം ഇന്നസെൻസ് അവരാണെങ്കിലും ഊർവശി ഉണ്ടല്ലോ, ഊർവശി അതിലൊരു സീനുണ്ട്. അതില് മാനേജറിന്റെ വൈഫിന്റെ അടുത്ത് പോയിട്ട് പറയും, ഒരു സാരി ഷോപ്പില് நான் சாரி வாங்குறேன், அது அம்மா ஐயோ நான் சொல்லிட்டேன் மாச்சிடுங்க. I mean that's what that is performance. It is not ശരിക്കുള്ള സിറ്റുവേഷൻ അങ്ങനെ പറ്റില്ല. ബട്ട് അതിനെ റിയലിസം ആയിട്ട് ബൈ മിസ്റ്റേക്ക് പറഞ്ഞതല്ല, വേണമെന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. മറ്റേ നിങ്ങളുടെ ഹസ്ബൻഡ് ആ സ്ത്രീക്ക് വേണ്ടി മേടിച്ചതാണ്. അതാണ് പെർഫോമൻസ് ആ സമയത്ത് തന്നെ അല്ലേ. എനിക്ക് ശരിക്കും കാണാൻ അതാണ് ഇഷ്ടം. ലൈക്ക് ആക്ടേഴ്സ് ചിലപ്പോ ആ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ റിയൽ ആയിട്ടല്ല കാണുന്നേ, അതിനകത്തുള്ള ഒരു അതിലൊരു കുട്ടികളുടെ പോലത്തെ പ്ലേഫുൾനെസ് ഉണ്ട്. അതാണ് ഒരു അൺപ്രഡിക്റ്റ്, നമ്മൾ വിചാരിക്കാത്തൊരു സാധനം വരും. നമ്മള് ടു ടേക്ക് ദി ഓഡിയൻസ് ടു ബിലീവ് വാട്ട് എവർ യു ഡു, ദാറ്റ് ഈസ് ആൻ ആക്ടർ. അബ്സല്യൂട്ട്ലി. ആദ്യ സിനിമ അഭിനയിച്ചതിന് ശേഷം പിന്നീട് സിനിമയിലേക്ക് ഒരു യാത്ര തുടരുകയാണ്. ആദ്യ സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതാണ് എന്ന് ആദ്യം പറയുന്നത് ആരായിരിക്കും? രേവതി മാം ആദ്യ സിനിമ അഭിനയിച്ചു, അത് കഴിഞ്ഞിട്ട് പറയുന്ന ഒരാളുണ്ട്. ഇപ്പം ഞാൻ ഒരു 4-5 സിനിമ കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിസൈഡ് ചെയ്തത്. ഓരോ സിനിമ കഴിഞ്ഞിട്ട് കോളേജ് പോട്ടെ. അമ്മ പറഞ്ഞപ്പോൾ നീ ഒന്നും ചെയ്യേണ്ട, യു ജസ്റ്റ് ഗോ ബാക്ക് ടു കോളേജ്. അമ്മ ലെറ്റ് മീ ട്രൈ വൺ മോർ. ഇങ്ങനെ ഒരു കാര്യത്തിക്കിളിക്കൂട് മൺവാസന കഴിഞ്ഞോണ്ട് കാര്യത്തിക്കിളിക്കൂട് കഴിഞ്ഞോണ്ട് ഞാൻ മഹേന്ദ്രൻ സാറിന് ഒരു പടം ചെയ്തു, കൈ കൊടുക്കും കൈ, മൈ ഓൺലി ഫിലിം വിത്ത് രജനികാന്ത്. സോ പിന്നെ ഞാൻ പുതുമൈപ്പെൺ, നോട്ട് പുതുമൈപ്പെൺ, അതിൻ്റെ മുമ്പ് തന്നെ ഐ ഹാഡ് ഡിസൈഡ്. ദെൻ ഐ ടോൾഡ്, അപ്പോഴാണ് ഞങ്ങൾ സീരിയസ് ആയിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്തത് അമ്മയച്ഛനും. ഐ തിങ്ക് ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ടു ഡു, ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ബാക്ക് ടു കോളേജ്. അങ്ങനെയാണ് സംഭവിച്ചത്. അങ്ങനെയാണ് സംഭവിച്ചെടുക്കുന്നത് അല്ലേ. പല സംവിധാനങ്ങളും പലതും പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കൈകളിൽ ഭദ്രമായ ഒത്തിരി സിനിമ സംവിധായകർ തന്നിട്ടുണ്ട് ഇല്ലേ, മേഡത്തിന് തന്നിട്ടുണ്ട്.
ഒരു സംവിധായകന്റെ പേര് പറയാൻ പറഞ്ഞാൽ അത് ഞാൻ ചോദിക്കുന്നത് തെറ്റായിരിക്കാം, അതെ, പറയുന്നത് തെറ്റാണ്. പക്ഷെ എങ്കിലും ഞാൻ ചോദിച്ചോട്ടെ. തെറ്റാണ്, അവിടെ തന്നെ നിർത്തിക്കോളൂ. ഫുൾ തെറ്റാണ്. അത് ചോദ്യം തന്നെ തെറ്റ്. എത്ര പേര് എങ്ങനെയൊക്കെയാണ് they have given me characters? അത് ശരിയാവില്ല എന്നുള്ള ഉറപ്പാ. പക്ഷെ ഓർത്തിരിക്കുക അവിടെ ശരിയാണ് കേട്ടോ. എനിക്കിട്ട് കിട്ടിയെന്നുള്ള അത് പറയാൻ പറ്റില്ല. സി, ഒരു ആക്ടർ ഇസ് നോട്ട് വൺ ഫിലിം. ഒരു ആക്ടർ ഇസ് വെൻ യു ആർ ഏബിൾ ടു ഡു ഡിഫറെൻറ്റ് തിങ്സ്. ഇപ്പോൾ ഒരു പടത്തിൽ തന്നെ ഒരു 5-10 ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ആ 5-10 ക്യാരക്ടേഴ്സും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണം. അപ്പോഴല്ലേ അതൊരു ആക്ടർ. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അത് നമ്മൾ ഡിഫറെൻറ്റ് ചെയ്യണം. ഒരു മകളിർ മട്ടും ചെയ്യണം, മറ്റേ വേറെ യുനോ മങ്കമ്മ എന്ന് പറഞ്ഞ മലയാള പടത്തിലും ചെയ്യണം, കാര്യത്തിക്കുള്ളിൽ കൂടി ചെയ്യണം, കാക്കുത്തിക്കാവ് ചെയ്യണം, കിലുക്കം ചെയ്യണം, ദേവാസുരം ചെയ്യണം. അപ്പോഴല്ലേ ഒരു ആക്ടറായിട്ട് നിങ്ങളൊക്കെ തേവർമകൻ. സോ ഈച്ച് വൺ ഇസ് ഡിഫറെന്റ്. നമുക്ക് പറയാൻ പോയാൽ അത് തന്നെ ഇന്നും ഫുള്ള് കഴിക്കണം. വേറെ ആർക്കും ഇന്റർവ്യൂ കൊടുക്കാൻ പോലും എനിക്ക് പറ്റില്ല. അപ്പൊ ശരി, നമുക്ക് ഇനി തീർക്കാം. അല്ല ഓരോ സിനിമകളങ്ങ് വരുന്നതാണ്. പെട്ടെന്ന് തേവർമാനായിട്ടില്ല. ആ ദേവാസുരം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ജയറാമേട്ടന് ഇന്റർവ്യൂ എടുക്കുമ്പോൾ ആ ദേവാസുരത്തിൻ്റെ ഒരു 2 കാര്യങ്ങൾ ജയറാമേട്ടൻ പറയുന്നുണ്ട്. പക്ഷെ അത് പറയുമ്പം ജയറാമേട്ടൻ്റെ ഒരു ആവേശമുണ്ടല്ലോ. മാമ അഭിനയിച്ച സിനിമകളിൽ ജയറാമേട്ടൻ പറയുമ്പോൾ ഒരു ആവേശമുണ്ടല്ലോ. ആ സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞു ഓരോ സിനിമയെക്കുറിച്ച് പറയുന്നതാണ്. പക്ഷെ അതൊക്കെ എന്താണ് മാം ഞങ്ങൾക്ക് തന്നെ. അത് എഴുതിയ ക്യാരക്ടറുമാണല്ലോ. ആ എഴുതിയ ക്യാരക്ടറിൻ്റെ അകത്ത് ഞങ്ങൾ ചെയ്ത പെർഫോമൻസ് അങ്ങനെയാണല്ലോ. എഴുത്തും വേണം, അത് ക്യാരക്ടർ ഭംഗിയിൽ ഡയറക്റ്റ് ചെയ്യുകയും വേണം, പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് കാണിക്കുന്നു അതാണ്. അന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു നമുക്ക്. നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ചിടാമായിരുന്നു ഒരു സ്വാതന്ത്ര്യം. എപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ടായിരുന്നു. യെസ്. അത് ഐ തിങ്ക് അതിനാണ് ഒരു ഡയറക്ടർ ഒരു ആക്ടറിനെ വിളിക്കുന്നത്. ബിക്കോസ് അപ്പോഴല്ലേ നമുക്കറിയാം കനി ഇത് ചെയ്താൽ ഇതിൻ്റെ അകത്ത് ഷീ വിൽ ബ്രിങ് ഹെർ ഓൺ യുനോ ഇൻഡിവിജ്വാലിറ്റി ഇൻ ടു ഇറ്റ്. ഷീ വിൽ ബ്രിങ് സംതിങ് മോർ എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴല്ലേ കനീനെ വിളിക്കാറ്. അങ്ങനെയാണ്. ദാറ്റ് ഈസ് ഓൾവേസ് ദെയർ വിത്ത് എനി ആക്ടർ. മലയാളം, തമിഴ് എല്ലാത്തിലും പ്രേക്ഷകരെ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ്. ഈ മലയാളത്തിലേക്ക് ഒരു നല്ലൊരു സിനിമയായിട്ട് വീണ്ടും ആരെങ്കിലും എഴുതി തരും. എൻ്റെ പൊന്ന് പ്രേക്ഷകരെ, ഡയറക്ടർമാരെ നല്ല കഥയായിട്ട് പോകാൻ രേവതി മാം തിരിച്ചു വരാൻ തയ്യാറായിട്ട് സ്ട്രോങ് കഥാപാത്രമായി. ഇത് കാണുന്ന ഒത്തിരി ആളുകളുണ്ടാവും, പ്രൊഡ്യൂസർമാരും ഉണ്ടാവും, ഡയറക്ടർമാരും ഉണ്ടാവും. ഉറപ്പായിട്ടും വന്നിരിക്കും. അല്ലെങ്കിൽ ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ ഡയറക്ട് ചെയ്ത്, ഞാൻ തന്നെ അഭിനയിക്കാം. അങ്ങനെ ചെയ്യുന്ന ആക്ടേഴ്സ് ലോകത്ത് അത് പറയാനുള്ള കാരണം വെച്ചാൽ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് സിനിമ ഇപ്പോൾ അല്ലേ. പിന്നെ അതുകൊണ്ട് തന്നെയാണ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തുന്നു, അഭിനയം പരിപാടി. നേരത്തെ പറഞ്ഞല്ലേ എന്തിനാണ് ഞാൻ ഇത്ര ബിസി എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവില്ല എന്ന് പറഞ്ഞ പോലെ ബിസിയാണ് ഇന്നും. അതിലേക്ക് യാത്ര ചെയ്യുക. ഒരു കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ സിനിമയിൽ നിന്ന് തന്നെ ഒരു സിനിമയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. നീതി എന്നത് നിഷേധിക്കപ്പെടുന്നവരാണ് ഇവിടെ എല്ലാവരും. അത്തരം നിഷേധിക്കപ്പെട്ട ഒത്തിരി ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ എൻ്റെ കൺമുന്നിലുണ്ട് അല്ലേ. നമ്മളൊക്കെ പോരാടി ആ നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ മാമിന് എന്ത് തോന്നി എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചാൽ പറയാവുന്നതാണെങ്കിൽ മാത്രം മറുപടി പറയുക. പല ദിവസങ്ങൾ എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റിയില്ല. ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട്. ബട്ട് അതന്നെ, അത് എവിഡൻസ്, അതാണ് പ്രശ്നം. യു നീഡ് എവിഡൻസ് ഒരു നീതി തരാൻ. ഓക്കെ ഫൈൻ, വിൽ വെയിറ്റ് ഫോർ ദാറ്റ്. നമ്മൾ എത്ര പറഞ്ഞാലും എവിഡൻസ് എന്ന് പറയുന്ന സാധനം ജഡ്ജായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചു. ആ എവിഡൻസ് ഉണ്ടാക്കേണ്ടവർ ഉണ്ടാക്കിയേ പറ്റൂ. അവിടെ ആരെയും സഹായിക്കാതിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ജഡ്ജ് എന്ന ഒരു സ്ഥാനം, ഒരു ചെയർ ഈസ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. അതിൽ നിന്ന് നമ്മൾ I don't think we should ever lie. That is wrong. So a judge is a person that ഒരു സൊസൈറ്റി, ഒരു ജനറേഷൻ ലുക്സ് അപ്പ് ടു. അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെയൊക്കെ പോരാട്ടമാണ് ഇപ്പോൾ മലയാള സിനിമയ്ക്ക് ഒത്തിരി നല്ല അവസരങ്ങൾ ലഭിച്ചിരിക്കുന്നുണ്ട്. ഞാനൊക്കെ ഒത്തിരി വാർത്തകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളോടൊപ്പം നിന്ന് WCCയുടെ ഒപ്പം നിന്ന് ഒത്തിരി വാർത്തകൾ ചെയ്തിട്ടുണ്ട്. ആ പോരാട്ടമാണ്, നിങ്ങളുടെ പോരാട്ടമാണ് ഇവരൊക്കെ സേഫായിട്ട് മലയാള സിനിമയ്ക്കുള്ളിൽ സേഫായിട്ട് നിൽക്കുന്നത്.
അത് കോടതി വരെ അംഗീകരിച്ചിട്ടുണ്ട്. ക്യാരമാൻ്റെ പ്രശ്നമാണെങ്കിലും എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ ചെയ്ത ഓരോ സമരവും മലയാള സിനിമയ്ക്ക് അഭിമാനമാക്കി തന്നിട്ടുണ്ട്. അത് WCC എന്ന മെമ്പർമാർക്കും പ്രത്യേകിച്ച് ഞാൻ ഇഷ്ടപ്പെടുന്ന രേവതി ചേച്ചിക്കും ഒത്തിരി നന്ദിയുണ്ട്. അതങ്ങനെ തന്നെ തുടർന്നു പോകാൻ കഴിയട്ടെ. ഇനിയുള്ള കാലഘട്ടത്തിൽ ആരുടെ ഭരണം വന്നാലും എന്ത് വന്നാലും ആ പോരാട്ടം തുടർന്നു കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ബിസി ആയിട്ടിരിക്കുക, ഒന്നല്ലെങ്കിൽ ഒന്നിൽ തിരക്കായിട്ടിരിക്കുക. തീർച്ചയായിട്ടും ലഭിക്കും വരെ നമുക്ക് പോരാടിക്കൊണ്ടേയിരിക്കാം. ഞാനെന്നും അവൾക്കൊപ്പമാണ്, നമ്മളെല്ലാം അവൾക്കൊപ്പമായിരിക്കണം. ഒത്തിരി സന്തോഷം. താങ്ക് യു.